കഴിഞ്ഞ ഗവൺമെൻറ് PM-ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ കേരള ഗവൺമെൻറ് അതിൽ പങ്കാളിയാണ്. മാത്രമല്ല 99 കോടി രൂപയിലധികം അവിടെ നിന്ന് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വാങ്ങിച്ചിട്ടുണ്ട്. തടഞ്ഞു വെച്ച പണം തന്നിട്ടുണ്ട്. അതുകൂടാതെ ഒരു 106 കോടി രൂപ കേന്ദ്ര ഗവൺമെൻറ് അനുവദിച്ചിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ കാര്യം. അതിനെ ആശയപരമായി അതിനോടുള്ള എതിർപ്പ് കരിക്കുലം ഫ്രീഡത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെടരുത് എന്നതാണ്. 2, ഇത് നടപ്പാക്കുന്ന സ്കൂളുകൾ തിരഞ്ഞെടുക്കാനുള്ള അവകാശം സംസ്ഥാന ഗവൺമെൻറ് നൽകണം എന്നതാണ്. അപ്പോൾ ഒരു കാരണവശാലും കരിക്കുലം സ്വാതന്ത്ര്യത്തിൽ, അത് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യത്തിൽ, സംസ്ഥാന സർക്കാരിനുള്ള സ്വാതന്ത്ര്യത്തിൽ ഇടപെടാൻ ഒരു കാരണവശാലും അനുവദിക്കില്ല. 2, സ്കൂൾ സെലക്ഷൻ അത് സംസ്ഥാന സർക്കാർ തന്നെ തീരുമാനിക്കും. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കേന്ദ്ര സർക്കാരിനെ അറിയിക്കാൻ PM-ശ്രീ പദ്ധതിയുമായിട്ടുള്ള UDF സർക്കാരിൻ്റെ ആശയപരമായ നിലപാടുകൾ അറിയിക്കാനുള്ള കാര്യങ്ങൾ തയ്യാറാക്കുന്നതിന് വേണ്ടി പൊതുവിദ്യാഭ്യാസ മന്ത്രി ശ്രീ ശംസുദ്ദീൻ കൺവീനറും മന്ത്രിമാരായ ശ്രീ റോജി M. ജോൺ, ശ്രീ PC വിശ്വനാഥ്, ശ്രീ M. ലിജു എന്നിവർ അംഗങ്ങളുമായിട്ടുള്ള ഒരു കമ്മിറ്റി, മന്ത്രിസഭാ ഉപസമിതിയെ നിയമിച്ചിട്ടുണ്ട്. അവർ റിപ്പോർട്ട് സമർപ്പിക്കും. അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭരണ പരിഷ്കാര നടപടി ഇന്നത്തെ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. ഞങ്ങൾ പരിശോധിച്ചപ്പോൾ നിരവധി ഫയലുകൾ ധനകാര്യ വകുപ്പിലേക്ക് വരികയാണ്. നിരവധി ഫയലുകൾ, ആവശ്യമില്ലാത്ത ഫയലുകൾ ധാരാളമായി വരികയാണ്. അതിൽ ഭൂരിഭാഗം ഫയലുകളും ധനപരമായ കോഡ് ഓഫ് കോണ്ടക്റ്റ് അറിയാതെ വരുന്ന ഫയലുകളാണ് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്ന്. അത് പലതും തിരിച്ചയക്കേണ്ടി വരികയാണ്. ഇതെല്ലാം വ്യാപകമായ തരത്തിലുള്ള നമ്മുടെ നടപടിക്രമങ്ങൾ വൈകിപ്പിക്കുന്നതിന്, പദ്ധതികൾ വൈകുന്നതിന്, സർക്കാർ എടുക്കുന്ന തീരുമാനം നടപ്പിലാക്കുന്നതിനുള്ള തടസ്സങ്ങളെല്ലാം ഉണ്ടാകുകയാണ്. അതുകൊണ്ട് 1974 കേന്ദ്ര സർക്കാർ രൂപീകരിച്ച മാതൃകയിൽ എല്ലാ വകുപ്പിലും സർക്കാർ ഒരു ഇൻ്റഗ്രേറ്റഡ് ഫിനാൻഷ്യൽ അഡ്വൈസർ നിയമിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്, എല്ലാ വകുപ്പിലും. അപ്പോൾ ധനപരമായ കാര്യങ്ങൾ ഒരു സ്ക്രൂട്ടിനി അവിടെ ഉണ്ടാവും. ധനവകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ തന്നെ ഒരു സാമ്പത്തിക ചെലവും സർക്കാരിന് ഇല്ലാതെ എല്ലാ വകുപ്പിലും ഒരു ഇൻ്റഗ്രേറ്റഡ് ഫിനാൻഷ്യൽ അഡ്വൈസർ ഉണ്ടാവും. ആ സ്ക്രൂട്ടിനി നടത്തിയിട്ടേ ഫയൽ പോവുള്ളൂ. ഇപ്പോൾ ധനകാര്യ വകുപ്പിലേക്ക് അയക്കേണ്ട ഫയൽ മാത്രമേ വരുള്ളൂ. മാത്രമല്ല അത് തിരിച്ചയക്കേണ്ടി വരില്ല. കാരണം സംശയങ്ങളെല്ലാം നിവർത്തിച്ച് കോഡ് ഓഫ് കോണ്ടക്റ്റ് എല്ലാം പാലിച്ചിട്ടുള്ള ഫയലുകളായിരിക്കും. അപ്പോൾ ഒരു വളരെ ഭരണപരിഷ്കാര നടപടികളുമായി ബന്ധപ്പെട്ട ഒരു വിപ്ലവകരമായ ഒരു തീരുമാനമാണ് ഇൻ്റഗ്രേറ്റഡ് ഫിനാൻഷ്യൽ അഡ്വൈസറെ. ഫയലുകളുടെ എണ്ണം ഗണ്യമായി കുറയുകയും ഫയലുകൾ കൂടുതൽ യാത്ര ചെയ്യുന്നത് ഇല്ലാതായിരിക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനമാണ്. ഇതനുസരിച്ച് ഒരു ജോയിൻറ്റ് സെക്രട്ടറിയുടെ പദവിയിൽ കുറയാത്ത ഒരു ഉദ്യോഗസ്ഥനെയും എല്ലാ ഭരണവകുപ്പിൻ്റെയും സെക്രട്ടറിയുടെ പ്രധാന സാമ്പത്തിക ഉപദേഷ്ടാവായി ചുമതലപ്പെടുത്തേണ്ടതും നയപരമായ തീരുമാനങ്ങൾ, പുതിയ സേവനങ്ങൾ, വിശാലമായ സാമ്പത്തിക കാര്യങ്ങൾ എന്നിവയ്ക്ക് മാത്രമായി ധനകാര്യ വകുപ്പിനെ സമീപിക്കുന്നതും നിർദ്ദേശിക്കും. ധനകാര്യ വകുപ്പ് സത്യത്തിൽ കയ്യിലുള്ള കുറേ അധികാരങ്ങൾ കൂടി താഴെയുള്ള വകുപ്പുകളിലേക്ക് ഡീസെൻട്രലൈസ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാണ്. നടപടിക്രമങ്ങൾ സുഗമമാക്കാനാണ്. വലിയ മാറ്റം ഇതിൻ്റെ ഭാഗമായി ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. മൂന്നാമതൊരു കാര്യം തീരുമാനമെടുത്തത് നമ്മുടെ പൊതുസംഭരണമുണ്ട്, പ്രൊക്യൂർമെൻറ്റ്. ഇതിൻ്റെ മാനുവൽ എന്ന് പറയുന്നത് കാലഹരണപ്പെട്ട മാനുവലാണ്. ഇന്നത്തെ കാലത്ത് പ്രൊക്യൂർമെൻറ്റ് മാറി പ്രൊക്യൂർമെൻ്റായി മാറിയത് നമ്മുടെ മാനുവൽ അറിഞ്ഞിട്ടില്ല. നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ എക്സ്പെൻഡിച്ചർ വകുപ്പ് പ്രകടിപ്പിച്ച ജനറൽ ഫിനാൻഷ്യൽ റൂൾസും മാർഗനിർദ്ദേശങ്ങളും ഉണ്ട്. അപ്പം നമുക്ക് ആ മാർഗനിർദ്ദേശങ്ങൾ നമ്മൾ അനുസരിക്കണം. പക്ഷേ നമ്മുടെ മാനുവൽ വേറെയാണ്, കാലഹരണപ്പെട്ട മാനുവലാണ്. അപ്പം നമ്മൾ അതിൻ്റെ അകത്ത് കംപ്ലീറ്റ് ആയിട്ട് ഒരു പുതിയ സംവിധാനം, ഒരു പ്രൊക്യൂർമെൻറ്റ് ഉൾപ്പെടെയുള്ള കാലത്ത് പൊതുസംഭരണത്തിന് സർക്കാർ സംഭരിക്കുന്നത് വർക്കുകളും ആ പൊതു പ്രൊക്യൂർമെൻറ്റിൻ്റെ ഭാഗമാണ്. പണ്ട് സിവിൽ വർക്ക് മാത്രമാണ് ഉണ്ടായിരുന്നത്. വർക്കുകൾ, വിവിധ വകുപ്പുകളുടെ സംഭരണം, ഇതിനെല്ലാത്തിനും വേണ്ടിയിട്ടുള്ള ഒരു മാർഗനിർദ്ദേശം അത് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടും ഒരു മന്ത്രിസഭാ ഉപസമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. പൊതുമരാമത്ത്, ടൂറിസം, IT,
ഹയർ എഡ്യൂക്കേഷൻ, വാട്ടർ റിസോഴ്സസ് മന്ത്രിമാരുടെ നേതൃത്വത്തിലുള്ള ഒരു ഉപസമിതിയാണ്. ഇവർ കൃത്യമായിട്ട് ഓരോ വകുപ്പിലെ കാര്യത്തെക്കുറിച്ച് റിപ്പോർട്ട് നൽകുകയും സംഭരണം, ഒരു പ്രൊക്യൂർമെൻ്റ് നടക്കുന്നത് ഏറ്റവും ആധുനികമായ സങ്കേതങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും വേഗത്തിൽ നടത്താനും ട്രാൻസ്പെറൻ്റായി സുതാര്യമായി നടത്താനുമുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തും. ഈ സർക്കാരിൻ്റെ ആദ്യത്തെ 100 ദിവസത്തെ കർമ്മ പരിപാടികൾ ജൂലൈ 1 മുതൽ നടപ്പാക്കും. 100 ദിവസത്തേക്ക്, ജൂലൈ 1 മുതൽ 100 ദിവസത്തേക്ക് നടപ്പാക്കും. ഹൈക്കോടതിയിൽ അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനായി അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാഫിയെ നിയമിച്ചു. കേരള കാഷ്യൂ ബോർഡ് MD ആൻഡ് ചെയർമാനായി G ഉണ്ണികൃഷ്ണനെ നിയമിക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഇതാണ് സുപ്രധാനമായ തീരുമാനങ്ങൾ എടുത്തത്. മറ്റൊരു വലിയ വളരെ അഭിമാനകരമായ ഒരു വാർത്ത, നിരവധി വർഷക്കാലമായി തർക്കങ്ങൾ കൊണ്ട് നിലനിന്നിരുന്ന പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട 7 പേരുമായി ബന്ധപ്പെട്ട എറണാകുളം മലയിടം തുരുത്ത് പരിയത്തുകാവിലെ വിഷയം ഈ സർക്കാർ വന്ന് 1 മാസം പൂർത്തിയാകുന്നതിന് മുമ്പ് അത് ഭംഗിയായി അത് പരിഹരിച്ചു. ഭൂവുടമയും അവരും തമ്മിൽ ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കി. ആ എഗ്രിമെൻറ്റിൻ്റെ ഭാഗമായി അവർക്ക് 7 വീടുകൾ ഞങ്ങൾ നിർമ്മിച്ചു കൊടുക്കും. 1000 സ്ക്വയർ ഫീറ്റിൻ്റെ വീട് കൊടുക്കും. അതേ ഭൂമിയിൽ, തർക്കഭൂമിയിൽ തന്നെ അവർക്ക് 5 സെൻറ്റ് വീതം ഭൂമി കിട്ടി. അവർക്കൊരു പൊതുവഴി ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പൊതുവഴി പഞ്ചായത്ത് നിർമ്മിച്ചു കൊടുക്കും. രമ്യമായ പരിഹാരം. നിങ്ങൾക്കറിയാം, ഞങ്ങളുടെ സർക്കാർ വന്നതിൻ്റെ പിറ്റേ ദിവസമാണ് 15ാമത്തെ റിക്കവറി നടപടി നടന്നത്. കുറേ ആളുകളൊക്കെ അവിടെ പോയി സമരമൊക്കെ ചെയ്തു. 14 പ്രാവശ്യം ഈ റിക്കവറി നടപടി നടന്നിട്ട് ഒരു ചെറുവിരൽ പോലും ആരും അനക്കിയില്ല. ഞങ്ങളുടെ മുമ്പിൽ ആദ്യം ഈ കേസ് വന്നപ്പോൾ തന്നെ ഞങ്ങളത് കൈകാര്യം ചെയ്തു. AGയെ കോടതിയിൽ ഹാജരാക്കി. AGയോട് നിർദ്ദേശം കൊടുത്ത് 2 ആഴ്ചത്തെ സമയപരിധി കോടതിയിൽ നിന്ന് വാങ്ങിച്ച് 2 കൂട്ടരുമായി നിരന്തരമായി സംസാരിച്ച് അത് ഒത്തുതീർപ്പിലെത്തിച്ച് എഗ്രിമെൻ്റ് വെച്ച് ആ എഗ്രിമെൻ്റ് കോടതിയെ അറിയിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. സമയബന്ധിതമായി ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കും. ഈ കാര്യത്തിന് നേതൃത്വം കൊടുത്ത ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ശ്രീ റോജി M. ജോണിനെയും കുന്നത്തുനാട് MLA ശ്രീ VP സജീന്ദ്രനെയും ഞാൻ പ്രത്യേകമായി ഈ അവസരത്തിൽ അഭിനന്ദിക്കുക കൂടി ചെയ്യുന്നു. അല്ല, ചോദിച്ചോ, ഒരു ചോദ്യം ചോദിക്കും. അങ്ങ് സംസാരിക്കല്ലേ. അല്ല, അത് എല്ലാ കാര്യങ്ങളും പരിശോധിക്കുമെന്നേ അല്ല ഞാൻ പറഞ്ഞത്. ഇപ്പം ഗവൺമെൻറ് അതിൽ പങ്കാളിയാണ്. സംസ്ഥാന സർക്കാർ PM ശ്രീ പദ്ധതിയിൽ പങ്കാളിയാണ്. മരവിപ്പിച്ചെന്ന് പറയുന്ന തീരുമാനം എന്താ? ഇത് എന്ന് മുതലെടുത്ത തീരുമാനങ്ങളാണിത്. മുഴുവൻ തീരുമാനങ്ങൾ ഇവിടെ എടുത്തിട്ടുണ്ടല്ലോ. ഇതെല്ലാം നേരത്തെ തന്നെ തീരുമാനിച്ച് എടുത്തിരിക്കുന്ന കാര്യങ്ങളല്ലേ. ഇവിടുത്തെ ഫിനാൻസിൻ്റെ അനുമതിയോടുകൂടി എല്ലാ തീരുമാനങ്ങളും എടുത്തുകൊണ്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. 2024 തീരുമാനം എടുത്തിട്ടുണ്ട് ഇത് സംബന്ധിച്ച്. 2024 അതടക്കമുള്ള തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ഗവൺമെൻറ്റാണ് ഒപ്പുവെച്ചത്, ഞങ്ങളല്ല ഒപ്പുവെച്ചത്. ഇപ്പോൾ ഗവൺമെൻറ് എല്ലാവരോടും ചോദിച്ചാൽ ഞാൻ എങ്ങനെ മറുപടി പറയണത്? അല്ല, നമ്മളിപ്പോൾ നിർബന്ധിതരായിരിക്കുകയാണ്. നമ്മൾ ഗവൺമെന്റ് സൈൻ ചെയ്തു പണം വാങ്ങിച്ചു കഴിഞ്ഞു. ഞങ്ങളതിൻ്റെ അല്ല, ഞാൻ സംസാരിക്കുമ്പോൾ വീണ്ടും ചോദിക്കല്ലേ അങ്ങ്. ഞാൻ മറുപടി പറയട്ടെ. നിങ്ങൾക്ക് എന്താണ് ഇത്ര പ്രശ്നം? അല്ല, നിങ്ങൾ അത് തന്നെയല്ലേ ചോദിച്ചത്, അതിനല്ലേ ഞാൻ മറുപടി പറയണേ. നിങ്ങൾ എന്തിനാ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കയറുന്നത്? ഇടയ്ക്കിടയ്ക്ക് കയറരുത്. നിങ്ങൾ ചോദിച്ചാൽ ഞാൻ മറുപടി പറയാം. ഞാൻ അവിടെ ഇരിക്കുമല്ലേ. ഇതെല്ലാം തീർത്ത് അങ്ങ് വീണ്ടും ചോദിക്കുന്നത് എന്തിനാ? അങ്ങ് ചോദിച്ചത് ഞാൻ കേട്ടല്ലോ. ഞാൻ പറയാനാ ചോദിക്കുന്നത്. അല്ല, നിങ്ങളെല്ലാം വീണ്ടും ചോദിക്കാൻ. ഞാൻ പറയട്ടെ മറുപടി. ഞാൻ പറഞ്ഞത് ഇപ്പോൾ PM ശ്രീ പദ്ധതിയിൽ സംസ്ഥാന സർക്കാർ അംഗമാണ്. കേരള എഗ്രിമെന്റ് ഒപ്പുവെച്ചു. അതിൻ്റെ ഭാഗമായി പണം വാങ്ങിച്ചു കഴിഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മളിതിനെ സംസ്ഥാന സർക്കാരിനെ ബാധിക്കാത്ത തരത്തിൽ വിദ്യാഭ്യാസ വിഷയത്തിൽ നമുക്കുള്ള ആ വിദ്യാഭ്യാസപരമായ അവകാശങ്ങൾ, സർക്കാരിനുള്ള അവകാശങ്ങൾ ബലി കഴിക്കാതെ എന്തു ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഞങ്ങൾ ആലോചിക്കുന്നതിന്. അതല്ലേ ഞങ്ങൾക്ക് ആലോചിക്കാൻ പറ്റുള്ളൂ. വേറെ ചോദിക്കും.
അല്ലല്ലേ, പദ്ധതിയിൽ നമ്മൾ തുടരാൻ നമ്മൾ നിർബന്ധിതരാണ്. കാരണം ഓൾറെഡി എഗ്രിമെന്റ് വെച്ചു. അതിന്റെ ലീഗൽ സ്റ്റേറ്റസ് എന്താണ്? നമ്മൾ നിർബന്ധിതരായിരിക്കുകയാണ്. അപ്പം നമ്മൾ ചെയ്യാൻ പറ്റുന്നത് എന്താ? ഇവിടെ ചോദിച്ചതുപോലെ നമ്മൾ സംസ്ഥാനത്തിന്റെ അവകാശങ്ങളെ ബാധിക്കാതെ. ഇപ്പൊ NEP കുറിച്ച് പറഞ്ഞു. NEP നേരത്തെ നടപ്പാക്കി. കേരളത്തിൽ ഹയർ സെക്കൻഡറിയിലെ 12 വിഷയങ്ങൾ NCERT ആണ് കൊടുക്കുന്നത്. 40 വിഷയങ്ങൾ കൊടുക്കുന്നത് സംസ്ഥാന സർക്കാരാണ്. NEP നേരത്തെ അങ്ങനെ തന്നെയാണ് നടപ്പാക്കി. നേരത്തെ നടപ്പാക്കി തുടങ്ങി NEPയുടെ. അല്ല, അതിന് ഓൾറെഡി ഒരു സർക്കാർ എഗ്രിമെന്റ് വെച്ചതാണ്. അതിന് നിയമപരമായ നടപടിക്രമങ്ങൾ കൊണ്ട് നമ്മൾ അതിൻ്റെ അകത്ത് നിൽക്കുകയാണ്, നിർബന്ധിതരായിരിക്കുകയാണ്. ഒരു ഗവൺമെന്റ് എഗ്രിമെന്റ് വെച്ചതാണ്. എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി എഗ്രിമെന്റ് വെച്ചതാണ്. ഞാൻ ധനകാര്യ വകുപ്പിന്റെ റിപ്പോർട്ട് വരെ വായിക്കാം. ധനകാര്യ വകുപ്പിന്റെ ആ കാലഘട്ടത്തിൽ ധനകാര്യ വകുപ്പ് തീരുമാനമെടുത്ത് ഫിനാൻഷ്യൽ ക്ലിയറൻസ് കൊടുത്തു. എല്ലാ ക്ലിയറൻസും കൊടുത്തിട്ടാണ് ഗവൺമെന്റ് പോയിട്ട് ഒപ്പുവെച്ചത്. എല്ലാ സംസ്ഥാനങ്ങളും ഒപ്പുവെച്ചു. ഞങ്ങൾ വിവിധ സംസ്ഥാനങ്ങളുമായിട്ട് കൂടി ഇതിൽ ഒപ്പുവെച്ച BJP ഇതര സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുമായിട്ട് കൂടി സംസാരിച്ചു. അപ്പോൾ ഞങ്ങൾ ജോയിൻ്റ് ആയിട്ട് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വിദ്യാഭ്യാസ അവകാശങ്ങളെ തൊടാത്ത രീതിയിൽ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള കൂട്ടായ തീരുമാനം എടുക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. എല്ലാ ഗവൺമെന്റുകളും ഒപ്പുവെച്ചു. അവരെന്താ പറഞ്ഞിരുന്നത്? അവർ ഒരു കാരണവശാലും ഒപ്പുവെക്കില്ല എന്നാണ് തുടർച്ചയായിട്ട് പറഞ്ഞിരുന്നത്. ഒപ്പുവെക്കില്ല എന്ന്. ഞങ്ങൾ എന്തിനാ എതിർത്തത്? നിങ്ങൾ അന്നത്തെ എൻ്റെ മറുപടി കേട്ടു നോക്ക്. ഒപ്പുവെക്കില്ല എന്ന് പറഞ്ഞിട്ട് മന്ത്രിസഭാ അംഗങ്ങളെ പോലും ഇരുട്ടിൽ നിർത്തി ഇവർ പോയി ഒപ്പുവെച്ചു, ആരെ അറിയിക്കാതെ. എന്നിട്ട് മന്ത്രിസഭാ യോഗത്തിൽ മുഖ്യമന്ത്രിക്കും പൊതുവിദ്യാഭ്യാസ മന്ത്രിക്കും മാത്രം അറിയാം ഇതിൽ ഒപ്പുവെച്ച കാര്യം. എന്നിട്ട് CPI മന്ത്രിമാർ അപ്പോഴും ഒപ്പുവെക്കരുത് എന്ന് വാദിച്ചുകൊണ്ടിരിക്കുകയാണ് മന്ത്രിസഭാ യോഗത്തിൽ. മന്ത്രിസഭാ അംഗങ്ങളെ പോലും ഇരുട്ടിൽ നിർത്തിയാണ് അന്ന് ഒപ്പുവെച്ചത്, ആരോടും പറയാതെ. ഇല്ലെങ്കിൽ ഞങ്ങൾ ഇതിൽ ഒപ്പുവെക്കുന്നു. ഈ തീരുമാനം ഒപ്പുവെക്കാതിരിക്കാൻ പറ്റില്ല. ഇതിൻ്റെ അകത്ത് വേറൊരു പ്രശ്നമുള്ളത്, 1100 കോടി രൂപ കൂടി അവിടെ നിന്ന് കിട്ടാനുണ്ട് പണം. ഇപ്പം 106 കോടി രൂപ അനുവദിച്ചത് ഉൾപ്പെടെ 1100 ചില്ലാൻ കോടി രൂപ കിട്ടാനുണ്ട്. ഈ പണം എന്ന് പറയുന്നത് കേന്ദ്രം നൽകുന്ന ഔദാര്യം അല്ലല്ലോ. കേന്ദ്രം നൽകുന്ന ഔദാര്യം അല്ലല്ലോ ഈ പണം. നമ്മൾ ഈ പണം നമുക്ക് വേണ്ടേ? നമ്മൾ കൊടുക്കുന്ന GSTയുടെ പകുതി കൊണ്ടുപോകുന്നത് കേന്ദ്ര സർക്കാരാണ്. കേരളത്തിലെ ജനങ്ങൾ കൊടുക്കുന്ന GSTയുടെ പകുതി, ഇവിടുന്ന് കൊടുക്കുന്ന ഇൻകം ടാക്സ് മുഴുവനായി കൊണ്ടുപോകുന്നത് കേന്ദ്ര സർക്കാരാണ്. അപ്പോൾ കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന പണം എന്ന് പറയുന്നത് നമ്മുടെ അവകാശമാണ്. അത് അവർ നൽകുന്ന ഔദാര്യമല്ല. ഒരു കാരണവശാലും ഒരു വർഗീയ അജണ്ടയോ ഒരു കമ്മ്യൂണൽ അജണ്ടയോ നടപ്പാക്കാൻ സമ്മതിക്കാതെ കരിക്കുലത്തിന് പൂർണ്ണമായ സ്വാതന്ത്ര്യത്തോടു കൂടിയേ നമ്മൾ ചെയ്യുള്ളൂ. ഇനി വേറെ വിഷയം ഉണ്ടെങ്കിൽ പറയാം, ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി വേറെ വല്ല വിഷയം ഉണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ ആദ്യം ഒരു ധാരണ എത്തും. ആദ്യം ആര് ചോദിക്കണമെന്നൊരു ധാരണ എത്ത്. ചോദിച്ചവരെ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കല്ലേ. അത് പത്രസമ്മേളനം നടത്തിപ്പിന്റെ ഒരു ഇതാണ്. നിങ്ങളൊരു 2-3 പേര് വന്നിട്ട് വെയിറ്റ് ഞാൻ സംസാരിക്കാം. അങ്ങ് സംസാരിക്കാൻ പാടില്ല. അങ്ങ് സംസാരിക്കുമ്പോൾ ഞാൻ കേട്ടുകൊണ്ടിരിക്കും. ഞാൻ സംസാരിക്കുന്ന ഇടയിൽ പാടില്ല. നിങ്ങളൊരു 3 പേര് വന്നിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ശ്രദ്ധിച്ച് മനഃപൂർവ്വം നിരന്തരമായി ഒരേ ചോദ്യങ്ങൾ ചോദിച്ച് മറ്റുള്ള മാധ്യമപ്രവർത്തകർക്ക് അവസരം തരാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. പണ്ട് നിങ്ങൾ ഇഷ്ടമുള്ള ചോദ്യങ്ങളാണ് ഈ പത്രസമ്മേളനത്തിൽ ചോദിച്ചിരുന്നത്. അതായത് ഇവിടെ ഇരിക്കുന്ന ആൾക്ക് ഇഷ്ടമുള്ള ചോദ്യങ്ങൾ. ആ ജോലി ചെയ്തിരുന്ന ആളുകൾ നിങ്ങൾ വന്ന് 3 പേര് നിരന്തരമായി കഴിഞ്ഞ പ്രാവശ്യം ഇപ്രാവശ്യം വന്നു. ഏതൊക്കെ മാധ്യമ സ്ഥാപനങ്ങളിൽ നിന്നാണ് ഞാൻ പറയുന്നില്ല. നിരന്തരമായി ഈ പത്രസമ്മേളനത്തെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നത് ഒരു ശരിയായ രീതിയല്ല. ഇനി വേറെ ആരെങ്കിലും ചോദിക്കട്ടെ? ഇവരൊക്കെ ഇവിടെ എത്ര പ്രാവശ്യം ചോദിക്കുന്നു? അങ്ങനെ ഒരു കത്ത് പോയിട്ടില്ല. പിന്മാറാൻ വേണ്ടിയിട്ടുള്ള ഒരു കത്ത് ഇവിടെ നിന്ന് പോയിട്ടില്ല. ഇനി ഭയങ്കര രസകരമായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുക. ഞാനത് പറയാം. ഒന്നാമത്തെ കാര്യം, കള്ളപ്രചരണങ്ങളാണ് സർക്കാർ വന്ന് 1 മാസം ആകുന്നതിന് മുമ്പ് മുഴുവൻ നടത്തിയത്. വൈസ് ചാൻസലർമാർ RSS പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ അതിനെ ശക്തമായി വിമർശിച്ചു. ഞാൻ വിമർശിച്ചു. തെറ്റാണ്. വൈസ് ചാൻസലർമാരുടെ പദവിക്ക് ചേർന്നതല്ല
സംഘപരിവാറിൻ്റെ ഒരു പ്രധാനപ്പെട്ട സംഘടനയുടെ പരിപാടിയിൽ പോയി പങ്കെടുത്ത് ഞാൻ വിമർശിച്ചു. വിമർശനം മാത്രം പോരാ എന്ന് പറഞ്ഞ് പ്രതിപക്ഷ നേതാവ് പത്രസമ്മേളനം നടത്തി. ആ പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് കേരളത്തിലെ 4 വൈസ് ചാൻസലർമാർ RSS പരിപാടിയിൽ പങ്കെടുത്തു. അത് തെറ്റാണെന്ന് പോലും അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ പറഞ്ഞിട്ടില്ല. തെറ്റാണെന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ 4 വൈസ് ചാൻസലർമാർ RSS പരിപാടിയിൽ പങ്കെടുത്തിട്ട് അത് തെറ്റ്, ഞാൻ പറഞ്ഞതുപോലെ ആശയപരമായിട്ടുള്ള കടുത്ത അഭിപ്രായ വ്യത്യാസം പ്രകടിപ്പിച്ച് ഗുരുതരമായ തെറ്റാണ് എന്ന് ഞാൻ പറഞ്ഞപ്പോൾ എന്നെ വിമർശിക്കുകയാണ്. അന്ന് ഒരക്ഷരം വേണ്ടിയിട്ടില്ല ഇന്നത്തെ പ്രതിപക്ഷ നേതാവ്, അന്നത്തെ മുഖ്യമന്ത്രി. മാത്രമല്ല അന്നത്തെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി അതിനെ ന്യായീകരിച്ചു. ഒരു പരിപാടിയിൽ വൈസ് ചാൻസലർമാർ പോകുന്നതിൽ തെറ്റില്ല എന്ന് പറഞ്ഞു. അതിലൊരു വൈസ് ചാൻസലർ CPM അനുഭാവിയായിട്ടുള്ള ഒരാളായിരുന്നു. CPM സംഘടനയുടെ നേതാവായിരുന്ന ഒരാൾ ആ വൈസ് ചാൻസലർമാരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു RSS പരിപാടിയിൽ പങ്കെടുത്തത്. അതിനെ വിമർശിച്ചില്ല എന്നും മാത്രമല്ല അതിനെ ന്യായീകരിക്കുകയും ഒരു തെറ്റുമില്ല എന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു. ഇത്ര പെട്ടെന്ന് ഒന്നും മറന്നുപോകരുത്. എന്നിട്ട് ഞങ്ങൾക്കെതിരായിട്ട് വ്യാപകമായ പ്രചരണം, വൈസ് ചാൻസലർമാർക്കെതിരായിട്ട് നടപടിയെടുക്കാൻ എന്താണ് ഗവൺമെൻറ്റിൻ്റെ അധികാരം നമുക്കറിയാമല്ലോ. അതൊക്കെ നമുക്ക് ചർച്ച ചെയ്യും, നിയമങ്ങൾ കൊണ്ടുവരണം മന്ന. എന്തെല്ലാം കള്ളപ്രചരണം നടക്കുന്നത്. ഇതൊരു കള്ളപ്രചരണം. രണ്ടാമത്തത് എന്താണ്, തൂഫാൻ പരിപാടിക്ക് നേതൃത്വം കൊടുക്കുന്ന ആഭ്യന്തരമന്ത്രിയുടെ സ്റ്റാഫിൽ വീട്ടിൽ നിന്ന് കഞ്ചാവ് പിടിച്ചൊരാളെ സ്റ്റാഫാക്കി. പച്ചക്കള്ളല്ലേ പ്രചരിപ്പിച്ചത്. അങ്ങനത്തെ ഒരാളെ സ്റ്റാഫിനെ വെച്ചിട്ടില്ല. ഇപ്പോഴും വെച്ചിട്ടില്ല, അതിനു മുമ്പും വെച്ചിട്ടില്ല, ഒരു സമയത്തും വെച്ചിട്ടില്ല. ഞാനും ആഭ്യന്തരമന്ത്രിയും കൂടി ഇരുന്ന് ചിരിക്കുക. കാരണം അദ്ദേഹം തരുന്ന പ്രപ്പോസൽ ഞാൻ അപ്രൂവ് ചെയ്ത് കൊടുത്തിട്ടാണ് അദ്ദേഹത്തിൻ്റെ സ്റ്റാഫ് വന്നത്. അങ്ങനെ ഒരു പ്രപ്പോസൽ അദ്ദേഹം തന്നിട്ടുമില്ല, ഞങ്ങൾ അപ്രൂവ് ചെയ്തിട്ടുമില്ല. ഇല്ലാത്ത കഥ. മനസ്സിലാക്കിക്കണം. ഇതൊന്നും അല്ല. എന്നിട്ട് കുറേ മാധ്യമങ്ങൾ അത് ഏറ്റുപിടിക്കുക. മനസ്സിലായില്ലേ? പിന്നെ KSRTCയിൽ ചരിത്രപരമായ വിപ്ലവകരമായ ഒരു പരിപാടി സൗജന്യ യാത്ര നടപ്പാക്കി ഇല്ലേ? ആ സൗജന്യ യാത്ര നടപ്പാക്കിയപ്പോൾ സിറ്റി ബസ്, ഓർഡിനറി ബസ്സെല്ലാം സിറ്റി ബസ്സാക്കി മാറ്റിയെന്നും പറഞ്ഞു വ്യാജ പ്രചരണം നടത്തി. ഒറ്റ ബസ് പോലും ഓർഡിനറി ബസ്, സിറ്റി ഫാസ്റ്റ് ആക്കിയിട്ടില്ല. സിറ്റി ഫാസ്റ്റ് ഇപ്പോൾ പല സൗകര്യത്തിനും വേണ്ടി തിരുവനന്തപുരത്ത് ഓർഡിനറി ആക്കിക്കൊണ്ടിരിക്കുക. സിറ്റി ഫാസ്റ്റ് കള്ളപ്രചരണം, അതിൻ്റെ ഗ്രേസ് കളയാൻ വേണ്ടി കേരളത്തിൽ സ്ത്രീകൾക്ക് വേണ്ടി നടപ്പാക്കിയ ഒരു വിപ്ലവകരമായ പദ്ധതിയുടെ ഗ്രേസ് കളയാൻ വേണ്ടി പച്ചക്കള്ളം പ്രചരിപ്പിച്ചു. പച്ചക്കള്ളം. ഓർഡിനറി ബസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, നമ്പർ കുറയ്ക്കാൻ വേണ്ടി. ഇന്നലെ കണക്ക് വന്നല്ലോ, എത്ര ലക്ഷം പേരാണ് അതിൽ യാത്ര ചെയ്തതെന്ന്. ആവേശഭരിതരായി. എണ്ണം കൂടിയിട്ടല്ലേ യാത്ര ചെയ്തത്, എണ്ണം കുറഞ്ഞില്ലല്ലോ, കൂടുതലേ ചെയ്തത്. ഇന്നലത്തെക്കാളും കൂടുതൽ ആളുകളല്ലേ ഇന്ന് യാത്ര ചെയ്തത്. നുണ പ്രചരിപ്പിക്കുകയാണ്. പിന്നെ വേറൊരു വാർത്ത, ഈ സഹകരണ സ്ഥാപനങ്ങളിലെ മുഴുവൻ ഫീസ് കൂട്ടി UDF സർക്കാർ വന്ന ഉടനെ തന്നെ വ്യാപകമായ പ്രചരണമാണ്. ഫെബ്രുവരിയിൽ കഴിഞ്ഞ സർക്കാരാണ് കൂട്ടിയത്. എഴുതി വെച്ചോ, കഴിഞ്ഞ സർക്കാരാണ് കൂട്ടിയത് ഫെബ്രുവരിയിൽ. ഞങ്ങളല്ല കൂട്ടിയത്. ഞങ്ങൾ അധികാരത്തിൽ വന്നതിന് ശേഷം 1 രൂപ കൂട്ടിയിട്ടില്ല. ഇടുക്കിയിൽ ഒരു ഇക്കോളജിക്കൽ സോൺ പ്രഖ്യാപിച്ചു, പരിസ്ഥിതി ലോല മേഖല പ്രഖ്യാപിച്ചു. ഉടനെ ഇടുക്കി CPM ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള നേതാക്കൾ പറയാണ്, VD സതീശന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ വന്ന ഉടനെ ഇടുക്കിയിൽ പരിസ്ഥിതി ലോല മേഖല പ്രഖ്യാപിച്ചു. ഈ ഗവൺമെന്റ് ഒരു കത്തടപാട് കേന്ദ്ര ഗവൺമെന്റായി നടത്തിയിട്ടില്ല. ഇതെല്ലാം നടത്തിയത് ആരാ? 21/12/2024 കേന്ദ്ര സർക്കാർ കേന്ദ്ര വനം പരിസ്ഥിതി വകുപ്പിന് സമർപ്പിച്ചിരുന്നു ഈ റിപ്പോർട്ട്. ഇതിൻ്റെ ഇക്കോ സെൻസിറ്റീവ് സോൺ പ്രപ്പോസൽ കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ട പ്രകാരമുള്ള സ്റ്റാൻഡേർഡ് ഫോർമാറ്റിൽ തയ്യാറാക്കി 2024 കൊടുത്തു. തുടർന്ന് 5/4/2025 ഇതുമായി ബന്ധപ്പെട്ട അധിക വിവരങ്ങൾ സമർപ്പിച്ചു. അതിനുശേഷം ഈ സംരക്ഷിത വനപ്രദേശങ്ങളുടെ ഈ സെറ്റ് പ്രപ്പോസൽ ഉൾപ്പെടുന്നില്ല എന്ന് ചെറിയ സ്ഥലങ്ങൾ അധിക വിവരം വീണ്ടും കൊടുത്തു. തുടർന്ന് പ്രസ്തുത പ്രപ്പോസൽ സംബന്ധിച്ച് വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ ആവശ്യപ്പെട്ട പ്രകാരമുള്ള അധിക വിവരങ്ങൾ കൂടി വിശദമാക്കി പുതുക്കിയ ഇക്കോ സെൻസിറ്റീവ് സോൺ പ്രപ്പോസൽ കേന്ദ്ര സർക്കാരിന് 13/10/2025 സമർപ്പിച്ചിരുന്നു. അതനുസരിച്ചിട്ടാണ് പ്രപ്പോസൽ പ്രകാരം ഇരവികുളം, ചിന്നാർ, കുറിഞ്ഞിമല, ആനമുടി ഷോല, പാമ്പാടും ഷോല
എന്നീ സംരക്ഷിത പ്രദേശങ്ങളുടെ കരട് ഇക്കോ സെൻസിറ്റീവ് സോൺ വിജ്ഞാപനം കേന്ദ്ര സർക്കാർ 2/6/2026 പ്രസിദ്ധീകരിച്ചത്. ഞങ്ങൾ 18/5 അധികാരത്തിൽ വന്ന ഞങ്ങളുടെ ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറ്റുമായി ഒരു കത്തിടപാടും നടത്തിയിട്ടില്ല. ഞങ്ങൾ അധികാരത്തിൽ വന്ന് 17ാമത്തെ ദിവസം ഇക്കോ സെൻസിറ്റീവ് സോണായി ഈ ഇടുക്കിയിലെ മേഖല പ്രഖ്യാപിച്ചതിൻ്റെ മുഴുവൻ ഈ സംസ്ഥാന സർക്കാർ കൊടുത്ത പ്രപ്പോസലിൻ്റെ അടിസ്ഥാനത്തില്ല. എന്നിട്ട് പത്രസമ്മേളനം നടത്തി പറയാണ് ഞാൻ മുഖ്യമന്ത്രിയായപ്പോഴാണ് ഇത് സംഭവിച്ചത്. നുണപ്രചരണങ്ങളാണ് ഈ. ഞങ്ങൾ 1 മാസം തികഞ്ഞിട്ടില്ല, 1 ഡസനാണ്. റേഷൻ വിതരണം മുഴുവൻ സ്തംഭിച്ചു. എവിടെ റേഷൻ വിതരണം സ്തംഭിച്ചത്? ഒരു സ്റ്റാറ്റ്യൂട്ടറി റേഷൻ്റെ 1 ഗ്രാം അരി ഒരു സ്ഥലത്തും കുറച്ചു കൊടുത്തിട്ടില്ല. കേന്ദ്ര ഗവൺമെൻറ് ചില സമയത്ത് 3 മാസം കൂടുതൽ അരി കൊടുക്കാൻ പറയും. ആ 3 മാസം അരി കൂടുതൽ കൊടുത്തു. അതിന് പിന്നീട് കേന്ദ്ര ഗവൺമെൻറ്റിന് നിർദ്ദേശം വന്നാൽ കൂടുതൽ അരി കൊടുക്കും. പിന്നെ ഇനി നമ്മൾ ഈ ടൈഡ് ഓവറായി വരുന്ന അരിയുണ്ട്, അതായത് വിൽക്കപ്പെടാതെ പോകുന്ന അരി, അധികമായി കിട്ടുന്ന അരി, അത് നമ്മൾ ശേഖരിച്ച് വെക്കും. എപ്പോഴാണ് ശേഖരിച്ച് വെക്കണം? ഓണക്കാലത്ത് എല്ലാവർക്കും കൂടി കൊടുക്കാൻ വേണ്ടിയിട്ട് അത് ശേഖരിച്ച് വെക്കും. എന്നിട്ട് വ്യാപകമായി UDF സർക്കാർ വന്നു, റേഷൻ വിതരണം മുടങ്ങി. വ്യാജപ്രചരണമാണ്, കള്ളപ്രചരണങ്ങൾ നടക്കുകയാണ്. എന്തെല്ലാം കാര്യങ്ങളിലാണ് നടക്കുന്നത്? വ്യാപകമായി ഒരു സംഘം, ഒരു കാര്യം അവർ മനസ്സിലാക്കിക്കൊള്ളണം, ഇതുപോലെ കഴിഞ്ഞ 1-2 വർഷം വ്യാപകമായി കള്ളപ്രചരണം നടത്തിയാണ് PRDയുടെ കൂടി സഹായത്തോടു കൂടി. ഇരുണ്ട കാലം എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു, അത് PRDയുടെ സഹായത്തിലാണ് ചെയ്തത്. എനിക്കെതിരായിട്ടുള്ള വ്യാപകമായ പ്രചരണം നടത്തിയത് PRDയിലെ ഉദ്യോഗസ്ഥർ കൂടി പങ്കെടുത്തുകൊണ്ടാണ്. സർക്കാർ ചെലവിലാണ് പ്രതിപക്ഷത്തിനെതിരായി അന്ന് വ്യാപകമായ രീതിയിൽ പ്രചരണം നടത്തിയത്. അതെല്ലാം ജനങ്ങൾ ചവറ്റുകൊട്ടയിൽ എറിഞ്ഞിട്ടാണ് ഞങ്ങളെ അധികാരത്തിൽ കൊണ്ടുവന്നത്. ഞങ്ങൾ അധികാരത്തിൽ വന്ന് ഇരുന്ന് തുടങ്ങുന്നതിന് മുമ്പേയുള്ള വ്യാജമായ പ്രചരണങ്ങളുടെ 1/2 ഡസൻ വ്യാജ പ്രചരണങ്ങളുടെ കാര്യമാണ് ഞാനിപ്പോൾ വിശദീകരിച്ചത്. എങ്ങനെ? അല്ല, ഉദ്യോഗസ്ഥന്മാർ രാഷ്ട്രീയ പ്രചരണം നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ തെളിവുകൾ കിട്ടിയ നടപടി ശരി. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ 80ഓളം ഗവൺമെന്റ് പ്ലീഡർമാരെ നമ്മൾ നിയമിച്ചു. അതിൽ സ്പെഷ്യൽ ഗവൺമെന്റ് പ്ലീഡർമാരുണ്ടായി. അത് ദേവസ്വം ഗവൺമെന്റ് പ്ലീഡറെ ഇതുവരെ നിയമിച്ചിട്ടില്ല. ഒരു വകുപ്പിൻ്റെയും സ്പെഷ്യൽ ഗവൺമെന്റ് പ്ലീഡർമാരെ നിയമിച്ചിട്ടില്ല. ഇന്നുവരെ ഒരാളുടെയും വകുപ്പ് തീരുമാനിച്ചിട്ടില്ല ഇതുവരെ. അത് ഞാൻ ബഡ്ജറ്റ് അവതരിപ്പിച്ച ശേഷം എറണാകുളത്ത് ചെന്നതിന് ശേഷം ലോ മിനിസ്റ്റർ എന്നുള്ള നിലയിൽ കൂടി AGയുമായും DGPയുമായും ബന്ധപ്പെട്ട ആളുകളുമായി സംസാരിച്ച് മന്ത്രിമാരുടെയും കൂടി സെക്രട്ടറിമാരുടെയും കൂടി അഭിപ്രായം കേട്ടിട്ടാണ് ഓരോ വകുപ്പിനും വകുപ്പ് കൊടുക്കുന്നത്. ഞങ്ങൾ ഈ ഇത്രയും പേര് നമ്മൾ പേര് കൊടുക്കുന്ന സമയത്ത് ഇവരാർക്കൊക്കെ വേണ്ടി അപ്പിയർ ചെയ്തൊന്ന് പരിശോധിക്കാനുള്ള സംവിധാനമില്ല. ഞങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ ഒരു തെറ്റ് ശ്രദ്ധയിൽപ്പെട്ടു. എല്ലാവരും പറഞ്ഞു, ഇന്ന പശ്ചാത്തലമുള്ള ഒരാളെ ഗവൺമെൻറ് പ്ലീഡറാക്കി എന്ന് പറയും. എന്താ ചെയ്തത്? അപ്പം തന്നെ കറക്റ്റ് ചെയ്ത്. അതിൻ്റെ ആഘോഷിക്കാനുള്ള ഇത്രേ എനിക്ക് മനസ്സിലായില്ല. തെറ്റാണ് എന്ന് കണ്ടപ്പോൾ അതുമ്മ പിടിച്ച് തൂങ്ങി ആടിയില്ല, ഊഞ്ഞാലാടിയില്ല. ആ തെറ്റുമ്മ ഇരുന്നുണ്ട്. ആ തെറ്റ് കറക്റ്റ് ചെയ്തു. ഞാൻ എൻ്റെ ആദ്യത്തെ പത്രസമ്മേളനത്തിൽ പറഞ്ഞതെന്താ? തെറ്റുകൾ സംഭവിക്കും, നിങ്ങളടക്കം പ്രതിപക്ഷമടക്കം ആളുകൾ ചൂണ്ടിക്കാണിച്ചാൽ ഞങ്ങൾ കറക്റ്റ് ചെയ്യും. അത് കറക്റ്റ് ചെയ്തു. ഒരു പേര് അത് കറക്റ്റ് ചെയ്തു. അതിൻ്റെ അപ്പുറത്ത് എന്താണ്? ഒരു 80 പേരെ വെച്ചപ്പോൾ 80 ഈ വക്കീലന്മാരും ഇതിനു മുമ്പ് ആർക്കൊക്കെ വേണ്ടി ഹാജരായിട്ടുണ്ടെന്ന് നമുക്ക് AI ടൂൾ ഉപയോഗിച്ചാൽ പോലും കിട്ടില്ല. ആർക്കൊക്കെ വേണ്ടി ഹാജരായിട്ടുണ്ടെന്ന് ഉപയോഗിച്ചാൽ കിട്ടില്ല. അപ്പം അത് വന്നപ്പോൾ ഒരു തെറ്റ് ചൂണ്ടിക്കാണിച്ചു. പിന്നെ ഉത്തരവാദിത്തം. ഇതിപ്പോൾ പിന്നെ ചിലർ പറഞ്ഞു മന്ത്രിസഭ അറിയാതെയാണ് ഗവൺമെൻറ് പ്ലീഡർമാരെ നിയമിച്ചതെന്ന്. ഇങ്ങനെയൊന്നും തമാശ പറയരുത്. മന്ത്രിസഭയിൽ ഇത് ടേബിൾ ചെയ്തിട്ട് ഇത് ചെയ്യാൻ പാടുള്ളൂ. മന്ത്രിസഭയിൽ ടേബിൾ ചെയ്ത് അവർക്കെല്ലാം മന്ത്രിസഭാ അംഗങ്ങൾക്ക് കോപ്പി കൊടുത്തിട്ടാ. ഇനി ആ തെറ്റ് തിരുത്തിയെങ്കിലും അതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്തം എനിക്ക് മാത്രമാണ്, വേറെ ആർക്കുമല്ല. ഞാനല്ലല്ല, പലരും പല പ്രപ്പോസലും തന്നിട്ടാണ്. ആ പ്രപ്പോസലുകളാണ് പല രീതിയിൽ മന്ത്രിമാരുൾപ്പെടെയുള്ള ആളുകളും ഒക്കെ തരുന്ന പ്രപ്പോസൽസാണ് പരിഗണിച്ച് ലോ ഡിപ്പാർട്ട്മെൻറ്റ് അതിൻ്റെ അകത്തൊരു ഫൈനൽ ഇതാക്കി ടേബിൾ ചെയ്യുന്നത്. ഇത് മന്ത്രിസഭയുടെ അംഗീകാരം തേടിയാണ് വയ്ക്കുന്നത്. ഒരാളെയും അങ്ങനെ ഒരു പേര് തന്നതിൻ്റെ പേരിൽ കുറ്റപ്പെടുത്താൻ ഞാൻ തയ്യാറല്ല. അതിൻ്റെയും ഉത്തരവാദിത്തം എനിക്കാണ്. എനിക്ക് ഉത്തരവാദിത്തം ആയതുകൊണ്ടാണ് ഞാൻ കറക്റ്റ് ചെയ്തത്.
അല്ല ആണല്ലോ, പശ്ചാത്തലം നമ്മൾ നന്നായി പരിശോധിക്കുന്നുണ്ട്. അതുകൊണ്ട് വരുന്ന പേരുകൾ പോയതാ. പക്ഷേ ഇത് ആർക്കൊക്കെ വേണ്ടി അപ്പിയർ ചെയ്തെന്ന് നമുക്കറിയാൻ പറ്റില്ലല്ലോ. ആർക്കൊക്കെ വേണ്ടി അപ്പിയർ ചെയ്തു, നേരെ ഇതാണെന്നൊന്നും അറിയാനുള്ള സംവിധാനമില്ല. പക്ഷേ നമ്മൾ വിജിലൻസ് ക്ലിയറൻസും മറ്റു കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. അവരുടെ ഒരു കോഡ് ഓഫ് കോണ്ടക്റ്റും ഒക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. അതൊക്കെ വേറെ, അതല്ലേ ഞാൻ പറഞ്ഞത്. ഒരു വകുപ്പിനും ഒരു വക്കീലിനും വെച്ച വക്കീൽ ഇതുവരെ ഒരു വകുപ്പും കൊടുത്തിട്ടില്ല. അദ്ദേഹം ദേവസ്വത്തിൻ്റെ ഒരു കേസിൽ ഹാജരായിട്ടില്ല. അദ്ദേഹത്തിന് ദേവസ്വം ഗവൺമെൻറ് പ്ലീഡറായിട്ട് നിയമിച്ചിട്ടുമില്ല. സ്പെഷ്യൽ ഗവൺമെൻറ് പ്ലീഡറായി നിയമിച്ചു, അല്ലാതെ ദേവസ്വം ഗവൺമെൻറ് പ്ലീഡറായി നിയമിച്ചു എന്ന് പറയുന്നത് തെറ്റാണ്. ഇതുവരെ നിയമിച്ചിട്ടില്ല. പ്ലീസ് ലെറ്റ് മീ കംപ്ലീറ്റ്. ഒരാളെ നിയമിച്ചിട്ടില്ല. ഇപ്പോൾ റവന്യൂ വകുപ്പിന് വേണം, പൊതുവിദ്യാഭ്യാസ വകുപ്പിന് വേണം, കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് വേണം. അതിന് പർട്ടിക്കുലർ ആളെ ഇതുവരെ നിയമിച്ചിട്ടില്ല. അതിൻ്റെ ഒരു പ്രോസസ്സ് ഉണ്ട്. അത് മന്ത്രിമാരുടെ അടുത്തും സെക്രട്ടറിമാരുടെ അടുത്തും ഒക്കെ അഭിപ്രായം തേടി അവരുടെ ഈ വിഷയത്തിൽ അവരിതിനു മുമ്പ് നടത്തിയിട്ടുണ്ടോ എന്നൊക്കെ പരിശോധിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അല്ല, നമ്മൾ അതിൻ്റെ അകത്ത് നടപടി സ്വീകരിച്ചിട്ടുണ്ട്. മരുന്നിൻ്റെ കാര്യത്തിലെല്ലാം നമ്മളില്ലാത്ത മരുന്നുകൾ കിട്ടുന്നതിന് വേണ്ടിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, നിപ്പയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു മരുന്ന് നമുക്ക് കിട്ടിയില്ലായിരുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു മരുന്ന് ഇവിടെ ഉണ്ടായിരുന്നില്ല വർഷങ്ങളായിട്ട്. വിത്തിൻ 24 hours നമ്മൾ ബഹ്റിനിൽ നിന്ന് ആ മരുന്ന് നമ്മൾ എത്തിച്ചിട്ടാണ് നമ്മൾ യഥാർത്ഥത്തിൽ ആ വിഷയം നമ്മൾ പരിഹരിച്ചത്. ബഹ്റിനിൽ നിന്നാണ് ആ മരുന്ന് എത്തിച്ചത്. അടിയന്തരമായി ആ മരുന്ന് എത്തിച്ചിട്ടാണ് നമ്മൾ ആ വിഷയം തീർത്തത് യഥാർത്ഥത്തിൽ. അപ്പം മരുന്ന് ഏതെങ്കിലും കുറവുണ്ടെങ്കിൽ, ഇപ്പോൾ റിബാവാരിൻ എന്ന് പറയുന്ന മരുന്നാണ്, റിബാവാരിൻ എന്നുള്ള മരുന്നാണ് നിപ്പയുമായിട്ട് ബന്ധപ്പെട്ട് ഇല്ലായിരുന്നു, ഇവിടെ ഇല്ലായിരുന്നു, മരുന്നില്ലായിരുന്നു. അപ്പോൾ ആ മരുന്നാണ് നമ്മൾ 24 hours ബഹ്റിനിൽ നിന്ന് സ്പെഷ്യൽ ഇതായിട്ട് വരുത്തിയിട്ട് ഇപ്പോൾ എല്ലാ സ്ഥലത്തും കൊടുത്തു. നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടായില്ല ഈ മരുന്ന്. വളരെ പ്രധാനപ്പെട്ട ഒരു മരുന്നാണ്. ഒന്ന് നിപ്പ സോണാണല്ലോ, നമ്മുടെ എല്ലാ വർഷവും ഇങ്ങനെ വരുന്നതല്ലേ. അല്ലല്ല, നിങ്ങളിത് അറിയണ്ടേ? ഞാൻ ചോദിക്കട്ടെ, ഒരു തിരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് വർഗീയമായ വിദ്വേഷമുണ്ടാക്കുന്ന തരത്തിൽ, വർഗീയമായ ചേരുതിരിവ് ഉണ്ടാക്കുന്ന തരത്തിൽ ഒരു സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയിട്ട് അത് അവിടെ മത്സരിച്ച വടകരയിലെ ഞങ്ങളുടെ പാർലമെൻറ്റ് സ്ഥാനാർത്ഥിയായ ഷാഫിയുടെ തലയിൽ കെട്ടിവെച്ച് അയാളെ തോൽപ്പിക്കാൻ വേണ്ടി നടത്തിയ ശ്രമമല്ലേ? ആ ശ്രമത്തിന് ഞങ്ങൾക്കെതിരായിട്ട് എന്തൊരു ആക്ഷേപമായിരുന്നു. ഞങ്ങളാണിത് ഉണ്ടാക്കിയെന്ന് ഞങ്ങൾ അന്ന് തന്നെ ഇത് പറഞ്ഞു. ഞങ്ങളല്ല. അതിന് ഒരു പയ്യനെക്കുറിച്ച് പരാതി പറഞ്ഞപ്പോൾ ആ പയ്യൻ അയാളുടെ ഫോൺ കൊണ്ടേ പോലീസിൽ ഹാജരാക്കി. ഞങ്ങളല്ല എന്ന് പറഞ്ഞു. ഇപ്പം അത് അന്വേഷിക്കണ്ടേ? അത് അന്വേഷിച്ച് എന്തൊരു കാപഢ്യമാണ് CPM അവിടെ നടത്തിയത്. തെരഞ്ഞെടുപ്പിന് മുമ്പ് വർഗീയമായ ഭിന്നിപ്പുണ്ടാക്കാൻ സംഘപരിവാർ ചെയ്യുന്ന അതേ പണി CPM ചെയ്തില്ല. അവിടെ സംഘപരിവാർ ഈ പരിപാടി ചെയ്യാറുണ്ട്. അതേ രീതിയിൽ CPM ഇങ്ങനെ ഒരു മുസ്ലിം എന്നുള്ള കാൻഡിഡേറ്റാണ് ഇപ്പുറത്ത് നിൽക്കുന്നത്, കാഫിർ എന്ന് അപ്പുറത്ത് നിൽക്കുന്ന ഒരു സ്ഥാനാർത്ഥിയെ അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞ് UDFനെതിരായും UDF സ്ഥാനാർത്ഥിയെയും തോൽപ്പിക്കുന്നതിന് വേണ്ടി നടത്തിയ വ്യാജ പ്രചരണത്തിൻ്റെ ആണിക്കല്ലാണ്. അത് പിടിക്കാതിരിക്കാൻ പറ്റുമോ? അതുപോലെ ഇത് കോടതിയാണ് പറഞ്ഞിരിക്കുന്നത്. ക്രൂരമായി മർദ്ദിച്ചു, ഒരു മുദ്രാവാക്യം വിളിച്ചു ഫ്ലൈറ്റിൽ വെച്ച്. ഇപ്പം എനിക്കെതിരായിട്ടാണ് ഒരു മുദ്രാവാക്യം ഫ്ലൈറ്റിൽ വിളിക്കണമെങ്കിൽ ഞാൻ മോൻ്റെ പേരെന്താണ്, എവിടെ നിന്നാണ് വരുന്നത്, എന്തെൻ്റെ വിശേഷം എന്ന് ചോദിച്ചിട്ട് പോരും. പറ്റുമെങ്കിൽ ഭയങ്കര അക്രമാസക്തനല്ലെങ്കിൽ ഞാൻ ചോദിക്കും എന്താണ് പ്രശ്നം, എന്താ കാര്യമെന്ന് ചോദിച്ച് വിളിക്കും. നമുക്കെതിരായിട്ടൊരു മുദ്ര. ഇതെന്തിനായി ചെയ്തത്? അവിടെ ഇട്ട് ക്രൂരമായി മർദ്ദിച്ചു. മുൻ മുഖ്യമന്ത്രിയുടെ ഗൺമാനും അതുപോലെ EP ജയരാജനും എല്ലാവരും ചേർന്ന് മർദ്ദിച്ചു. അതിന് കേസെടുത്തില്ല. അപ്പോൾ ഇപ്പോൾ കോടതിയാണ് പറഞ്ഞേക്കണത് അതിനും കൂടി കേസെടുക്കണമെന്ന്. കോടതിയാണ് പറഞ്ഞിരിക്കുന്നത്. ശരിയല്ലേ? ചെയ്യണ്ടേതല്ല ഞങ്ങൾ ചെയ്തതാണോ? കോടതി ചെയ്താണ്. ഈ കാഫിർ സ്ക്രീൻഷോട്ട് പുറത്തു വരണ്ടേ? ഇവരുടെ കാപഢ്യമല്ലേ, മുഖം മൂടിയാണ് CPMന്റെ അഴിഞ്ഞു വീണത്. തെരഞ്ഞെടുപ്പ് കാലത്ത് ഇവർ എന്തെല്ലാം വൃത്തികേടുകൾ ചെയ്യുന്നു എന്നതിൻ്റെ മുഖം മൂടിയാണ് അഴിഞ്ഞു വീണത്. അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പരാതി നൽകി ഒരു നടപടി ഉണ്ടായില്ല. ചെയർപേഴ്സൺ അവിടെ തുടരുന്നു.
നമുക്ക് പരിശോധിക്കാം നമ്മുടെ ശ്രദ്ധ. ഞാനത് മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ SSK ഫണ്ട് ഇതിൽ ഒപ്പുവെക്കാത്തത് കൊണ്ട് തടഞ്ഞു വെച്ച ഫണ്ടാണ്. അതല്ലേ ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ ഒപ്പുവെക്കാത്തത് കൊണ്ട് തടഞ്ഞു വെച്ച ഫണ്ടാണെന്ന് ഞാൻ പറഞ്ഞല്ലേ. ഇത് തന്നെ വീണ്ടും ചോദിക്കല്ലേ, അത് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ. സാമ്പത്തിക വരുമാനം ഇല്ലാതെ ഈ പുതിയ അടക്കമുള്ള പദ്ധതികൾ മുന്നോട്ട് പോകുന്ന ഇന്ദിരാ ഗ്യാരണ്ടി അടക്കം ഈ ബാക്കി വാഗ്ദാനങ്ങൾ നിലവിലുണ്ട്. അപ്പൊ ഈ വരുമാനം വർദ്ധിപ്പിക്കാൻ സർക്കാരിന്റെ ഈ ഫിനാൻഷ്യൽ ബേർഡൻ ഒഴിവാക്കാനുള്ള എന്തെല്ലാം സ്റ്റെപ്സ് ആയിരിക്കും ഈ ബജറ്റ് വരുന്നത്? നിങ്ങൾക്ക് അതിപ്പോൾ പറയാൻ പറ്റുമോ? ബജറ്റ് പ്രസംഗം ഇപ്പോൾ പറയാൻ പറ്റുമോ? അല്ല, എന്നീന്ന് ചോർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് നോക്കിയത് ബജറ്റ് പ്രസംഗം. ഞാൻ പറയുന്നത് എന്താ അറിയാം, നമുക്ക് നിങ്ങളെല്ലാവരും നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മുടെ മുമ്പിൽ ഒരുപാട് പരിമിതികളുണ്ട്. ഒരുപാട് പരിമിതികൾ. ഹലോ കേക്ക്, ഞാൻ പറയണേ, ഒരുപാട് പരിമിതികൾ നമ്മുടെ മുമ്പിലുണ്ടല്ലോ. ഇതൊരു റിവൈസ്ഡ് ബജറ്റാണിത്. റിവൈസ്ഡ് ബജറ്റ് 35,000 കോടി രൂപയുടെ പ്ലാൻ വെച്ചിട്ട് 20,500 കോടി ഇല്ല. ഞാൻ 20,500 കോടി ഉണ്ടാക്കേണ്ട ഇന്ദ്രജാലം കാണിക്കേണ്ട ജോലിയാണ് എനിക്കുള്ളത്. 20,500 കോടി ഇല്ല, അത് ഞാൻ ഉണ്ടാക്കണം. 35,000 കോടി രൂപയുടെ പ്ലാനിൽ 20,500 കോടി ഉണ്ടാക്കിയാലേ ഉള്ളൂ ഈ വർഷത്തെ ഈ പ്ലാൻ പ്രോജക്റ്റുകൾ നടന്നു പോവുള്ളൂ. ഒന്ന്, നമുക്ക് കൃത്യമായ വഴികളുണ്ട്. കഴിഞ്ഞ ഗവൺമെൻറ്റിൽ നിന്നും വ്യത്യസ്തമായ ഒരു നയസമീപനവും കാഴ്ചപ്പാടും വികസന പരിപ്രേക്ഷ്യവും സമീപനവും ഒക്കെ ഉണ്ട്. അതെല്ലാം വെച്ചുകൊണ്ടുള്ളൊരു ബജറ്റായിരിക്കും. എനിക്ക് അത്രയല്ലേ പറയാൻ പറ്റുള്ളൂ. അല്ല, ഞങ്ങളുടെ സ്റ്റാൻഡ് അത് തന്നെയാണ്. മനസ്സിലായില്ല? സേഫ്റ്റി കേരളത്തിനും വെള്ളം തമിഴ്നാടിനും എന്നുള്ളത് തന്നെയാണ് നമ്മുടെ സ്റ്റാൻഡ്. അത് തീർച്ചയായിട്ടും ഞങ്ങളൊരു ബൈലാറ്ററൽ ഡിസ്കഷൻസ് വി വിൽ കണ്ടക്ട് ബൈലാറ്ററൽ ഡിസ്കഷൻ. ഇല്ല, നമ്മളിപ്പോൾ അതിനുള്ള ബജറ്റിൻ്റെ വർക്കിൻ്റെ അകത്താണല്ലോ നിൽക്കുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അയൽ സംസ്ഥാനങ്ങളുമായിട്ട് കൂടി സംസാരിക്കും. ഇപ്പോൾ കർണാടക ഗവൺമെൻറ്റായിട്ട് സംസാരിക്കും. അതിന് അവിടെ സന്ദർശിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം രാത്രികാല യാത്രയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കർണാടക ഗവൺമെൻറ്റായിട്ട് സംസാരിക്കണം. തമിഴ്നാടുമായിട്ട് ഈ വെള്ളം പങ്കുവയ്ക്കുന്നതിൻ്റെ മുല്ലപ്പെരിയാറിലെ മാത്രമല്ല വിവിധ വിഷയങ്ങൾ സംസാരിക്കണം. അപ്പോൾ ഞാനത് 2 മുഖ്യമന്ത്രിമാരോടും ഞാൻ അവരെ കണ്ടു കഴിഞ്ഞപ്പോൾ പേഴ്സണലായിട്ട് അവരോട് പറഞ്ഞിട്ടുണ്ട്, ഈ വിഷയങ്ങളെല്ലാം നമ്മൾ സംസാരിക്കണം. ഇപ്പോൾ നമുക്കുള്ളൊരു ഇതെന്ന് വെച്ചാൽ ബഡ്ജറ്റ് അവതരിപ്പിച്ച് ബഡ്ജറ്റ് ചർച്ച പൂർത്തിയാകാതെ എനിക്ക് ഇവിടെ നിന്ന് പോകാൻ പറ്റില്ലല്ലോ. അത് കഴിഞ്ഞാൽ നമ്മളത് തുടരും. അല്ല, നമുക്ക് നോക്കാം, നമുക്കത് നേടാം. ഞാൻ പറഞ്ഞല്ലോ, BJP ഇതര സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുമായി ഞങ്ങൾ ഈ വിഷയത്തിൽ കൂടിയാലോചന നടത്തിയിട്ടുണ്ട്. അവർ ഒപ്പുവെച്ച സംസ്ഥാനങ്ങളാണ് എല്ലാ സംസ്ഥാനങ്ങളും. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ആലോചിച്ച് നമ്മൾ കൂട്ടായ തീരുമാനം എടുക്കും. പഞ്ചാബ് തീരുമാനത്തിൽ നിന്ന് പിന്മാറിയപ്പോൾ LDF ഗവൺമെൻറ് അതിൽ ഒപ്പുവെച്ചല്ലോ. അത് വേറൊരു വാർത്ത. ഞങ്ങളൊരു തീരുമാനം എടുത്തിട്ടില്ലല്ലോ അതിൽ. അതിനു മുമ്പ് സ്ത്രീ സുരക്ഷാ പദ്ധതി പിൻവലിച്ചെന്നും പറഞ്ഞ് വ്യാപകമായ വാർത്ത വന്നല്ലോ. വ്യാപകമായ വാർത്ത. ആരാണ് ഈ വാർത്ത ചമയ്ക്കുന്നത്? ആരാ വാർത്ത ചമയ്ക്കുന്നത്? ഞങ്ങളിങ്ങോട്ട് വന്നല്ലേ ഉള്ളു. വരട്ടെ, അതിൽ തീരുമാനം എടുക്കണം. അതുകൊണ്ടാണ് തീരുമാനം. ഞാൻ ചോദിക്കട്ടെ, എപ്പോഴാ ഈ പദ്ധതി പ്രഖ്യാപിച്ചത്? 10 കൊല്ലം ഉണ്ടായിട്ട് സ്ത്രീ സുരക്ഷയെക്കുറിച്ച് ഒരു കാര്യം ഉണ്ടായിരുന്നില്ലല്ലോ. ലോക്കൽ ബോഡി ഇലക്ഷൻ കൂടി തോറ്റു. ഫെബ്രുവരിയിലാണ് പ്രഖ്യാപിക്കുന്നത്. ഫെബ്രുവരിയിലാണ് നടപ്പാക്കുന്നത്. ലോക്കൽ ബോഡി ഇലക്ഷൻ തോറ്റ് കഴിഞ്ഞിട്ട് അസംബ്ലി ഇലക്ഷൻ്റെ പ്രഖ്യാപിക്കുന്നതിന് തൊട്ട് മുമ്പ് ഒരു പദ്ധതി അങ്ങ് പ്രഖ്യാപിക്കുക. അപ്പോൾ ആ പദ്ധതിയുടെ ഡീറ്റെയിൽസ് ഞങ്ങൾ നോക്കണ്ടേ? അതിൻ്റെ ബെനഫിഷ്യറീസ് ആരാണെന്ന് നോക്കണ്ടേ? ആ ബെനഫിഷ്യറീസിനെ കുറിച്ചൊക്കെ ഒരുപാട് കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ട്. കാരണം അതേ ഇലക്ഷന് മുമ്പേ, അല്ല ഞാൻ പറയട്ടെ തന്നെ, ഇലക്ഷന് മുമ്പ് അങ്ങ് കൊടുത്തേക്കണേ. ഇലക്ഷൻ സമയത്തെ അങ്ങനെ ഏതെങ്കിലും ഗവൺമെൻറ് ചെയ്തിട്ടുണ്ടോ കേരളത്തിൽ? ചെയ്തിട്ടുണ്ടോ? 1,600 രൂപയുടെ പെൻഷൻ 2,500 ആക്കുമെന്ന് 5 കൊല്ലം മുമ്പ് ഉറപ്പ് കൊടുത്തല്ലേ? 4.25 കൊല്ലക്കാലം
ഒരു രൂപ കൂട്ടിയോ കൂട്ടിയില്ലല്ലോ. എന്നിട്ട് എലക്ഷൻ പ്രഖ്യാപിക്കണതിൻ്റെ തൊട്ട് തലയാഴ്ച 400 രൂപ കൂട്ടിയെന്ന് കിട്ടി. 2 മാസം പെൻഷൻ അവർക്ക് കിട്ടി. അവരെ ആ പൈസ മേടിച്ച് പോക്കറ്റിൽ വെച്ചിട്ട് നേരെ പോളിംഗ് ബൂത്തിൽ പോയി UDF വോട്ടും ചെയ്തു. അവർക്ക് മനസ്സിലായി ഈ അവസാനത്തെ പറ്റിക്കലേ